ഹലോ എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ചമ്മലൊക്കെ എന്നാലും കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ട് നല്ല തിളച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെറും ചായയല്ല കേട്ടോ, നല്ല ഏലക്കൊക്കെ ഇട്ട നല്ല അടിപൊളി ചായ. നാളെ രാവിലെ നമ്മൾ ഏലക്കൊക്കെ ഇട്ടൊരു ചായ കുടിച്ച് നമ്മുടെ ക്ഷീണമൊക്കെ ഇങ്ങനെ പമ്പ കിടക്കും. അങ്ങനെ പിന്നെ ഞാൻ ചായ തിളച്ച് വരുമ്പോൾ തന്നെ അന്നേരം തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കലക്കി എടുത്ത് പിന്നെ അരിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ എളുപ്പപ്പണികളെല്ലാം നോക്കത്തുള്ളൂ, അല്ലാതെ അരിച്ചെല്ലാം കഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എനിക്കുള്ളൊരു സൈക്കോ സംഭവം എന്താണെന്ന് പറയട്ടെ, ഈ തിളച്ച് വന്ന ചായ ഞാൻ വീണ്ടും ഒന്ന് നിർത്തും. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ വക്ക് വരെ എത്തുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് സിമ്മാക്കിയിട്ട് പിന്നെ ഓഫാക്കി ഇങ്ങനെ പോരും. നമ്മുടെ ചായ എല്ലാം റെഡി ആക്കി വെച്ചാൽ നമുക്ക് നേരെ നമ്മുടെ വെള്ളോട്ടിറങ്ങാം. എങ്ങനെയൊക്കെ പോയെന്നല്ല, എനിക്ക് തന്നെ രാവിലെ വന്ന് ഈ തോട്ടി നോക്കണം കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. രാവിലെ വന്ന് വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ തോട്ടി വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ തോട്ടിൽ കൂടെ വെള്ളം പോകുന്നത്. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ മെയിൻ എടുത്ത് വെച്ചാൽ മേളിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ വന്ന് അവിടെ അടിഞ്ഞ് കിടക്കും. പിന്നെ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റിക്കളയും. പിന്നെ നേരെ നമ്മുടെ മീൻകുട്ടന്മാരെടുത്ത് വന്ന് അവന്മാർ ഇന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം അവന്മാർക്കുള്ള ഫുഡൊക്കെ നേരത്തെ കിട്ടി. ചേട്ടൻ അവർക്കുള്ള ഫുഡെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഈ നോക്കുന്ന വെച്ചാൽ നമ്മുടെ അക്കരെ ഭാഗത്തുണ്ടല്ലോ, നമ്മുടെ കണ്ടം കഴിഞ്ഞ അക്കരെ ഭാഗത്ത് അവിടെ ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തിൽ നല്ല വെള്ളപ്പൂക്കൾ. അത് എല്ലാ ദിവസവും ഉണ്ടാകും. മഴയാണെങ്കിലും എന്താ പറഞ്ഞാൽ വേനൽക്കാലമാണെന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് ഇവിടെ എല്ലാം ഒന്ന് പറയണ്ടേ, കരിഞ്ഞുണങ്ങുന്ന സമയത്ത് പോലും ആ മരത്തിനൊരു കുഴപ്പവും ഇല്ലായിരുന്നു. അതിനകത്ത് പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ കുഞ്ഞ് ക്യാമറ ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലേ. അവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കിയാൽ മതി, വെള്ള കളറിലെ കുഞ്ഞു പൂക്കൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടത്തിൻ്റെ നടുക്കൊരു വലിയൊരു പാറയുണ്ട്. ആ പാറയെല്ലാം ഈ മഴയത്ത് അതെല്ലാം മുങ്ങിപ്പോയി, പാറയൊന്നും കാണാൻ പോലും ഇല്ല. പിന്നെ ഞാൻ നമ്മുടെ കാന്താരിമണികളെ ഇങ്ങനെ നോക്കുക കേട്ടോ. പിന്നെ എൻ്റെ കരിയാപ്പ് മൊത്തം പുഴു എല്ലാം കുത്തിയൊടിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നും ഈ നമ്മുടെ കാന്താരി എടുത്ത് പോയി നോക്കുക. ഏതെങ്കിലും ഇല വല്ല പുഴുക്കുത്തുണ്ടെങ്കിൽ ഞാൻ അത് അന്നേരേ പറിച്ച് കളയും. അങ്ങനെ പിന്നെ നിൽക്കുന്ന രണ്ട് പേര്. ഇതാണ് നമ്മുടെ കച്ചോലം. ഏറെ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. ആ ഒരു ചെടിച്ചട്ടി ഫുൾ അങ്ങ് എടുത്ത് ആൾ നിറഞ്ഞ് നിൽക്കുകയാണ്. നല്ല എന്താ പറയുന്നത്, നമ്മൾ നല്ല സുന്ദരികളായിട്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മളിന്ന് രാവിലെ ഗോതമ്പ് പൊടി കൊണ്ട് കുമ്പളപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് രണ്ടുപേർക്കും ഞാൻ ചോദിക്കും, ഇലയപ്പം വേണോ കുമ്പളപ്പം വേണോ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് കുമ്പളപ്പം മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഉണ്ടാക്കും കേട്ടോ. ഒരാൾ എൻ്റെ പുറകെ ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവൾക്കാണെങ്കിൽ ഗോതമ്പ് പൊടി കുഴക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മാവ് എപ്പോഴും വേണം. അതുകൊണ്ട് പോയി ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. ചിലപ്പം പാമ്പാന്ന് പറയും, ആനയാന്ന് പറഞ്ഞും ഓരോന്നൊക്കെ ആളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരും. ഞാൻ അതിന് ഗോതമ്പൊടി ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫ്രിഡ്ജിലിരുന്ന് നമ്മൾ അരിപ്പൊടിയുടെ ഒരു ഇച്ചിരി സാധനം ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് വന്നാൽ ഇതെന്നാൽ എനിക്ക് ഉണ്ടാക്കി താന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഓടിച്ച് വിട്ട് അങ്ങനെ പിന്നെ കുമ്പളപ്പം എല്ലാം വൈഷ്ണയിലെല്ലാം പറിച്ചുകൊണ്ട് വന്ന് കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. ഇതെന്തൊക്കെയാണെന്ന് പറയുന്നത്, ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മണം ഉണ്ടല്ലോ. നമ്മൾ എവിടെ നിന്നെന്ന് പറഞ്ഞാലും ഈ കുമ്പളപ്പം വേകുമ്പോൾ അതിൻ്റെ ആ മണം അടിച്ചേറുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഓടുന്ന ഗ്യാസെല്ലാം ഓഫാക്കി ചെയ്തതിന് ശേഷം പിന്നെ കൊടുക്കില്ല. അപ്പോഴത്തേക്ക് മോള് കുളിച്ചെല്ലാം റെഡി ആയിട്ട് വന്നു കേട്ടോ. അവൾക്ക് പിന്നെ കഴിക്കാനുള്ളത് കൊടുത്തു. അവളെ കൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. അവളാണെങ്കിൽ നമ്മൾ ഏതാഹാരം ചോറാകട്ടെ മീനാകട്ടെ എത്ര മുള്ളുള്ള മീനുകളാണെന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ അവൾ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്കാണ് കഴിക്കുന്നത് കേട്ടോ. അതെന്നെ സംബന്ധിച്ച് എനിക്കിട്ടൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ പുറകെ നടന്ന് അമ്മമാരെ തീറ്റിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവളെ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. ആൾക്ക് ഏത് ആഹാരം കൊടുത്തെന്ന് പറഞ്ഞാലും ആളിരുന്ന് കഴിച്ചോളും. പിന്നെയുള്ള പ്രയാസം എന്ന് വെച്ചാൽ മൊത്തം മുടി കെട്ടുന്നതിനും ഒരുക്കുന്നതിനും വേണ്ടി. അന്നേരം ഇവൾ അടങ്ങിയിരിക്കത്തേ ഇല്ല. ഇവിടെ ഇപ്പം നമ്മൾ കൺമഷി എടുത്ത് പിരിയും ഒന്ന് എഴുതുവാണെങ്കിൽ തന്നെ ഇവളൊന്ന് അങ്ങോട്ട് നോക്കും, പിന്നെ അത് അങ്ങോട്ടാണ്. പിന്നെ നമ്മൾ ആ വര നേരെയാക്കാൻ വേണ്ടി എഴുതി വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് വലിയൊരു എന്താ പറയണ്ടേ, നമ്മുടെ ഒരു കൈവിരൽ കൊണ്ടൊക്കെ ഇവിടെ കൺപീലി എഴുതുന്ന പറയുമ്പോഴേക്ക് പുരിക എഴുതുന്നത് പോലെ ഇരിക്കും. അങ്ങനെ പിന്നെ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും പിന്നെ ചേട്ടന് റെഡി ആയിട്ടൊക്കെ വന്ന് രണ്ടുപേരും ഏതാണ്ടൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് രാവിലത്തെ യുദ്ധം എല്ലാം കഴിഞ്ഞ് ഇവർ പോകുന്നിടം വരെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. അവിടെ ഇങ്ങനെ മറയുന്നിടം വരെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അകത്ത് കയറിയിട്ടുള്ളൂ കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ രാവിലത്തെ വീഡിയോ കേട്ടോ. ബാക്കിയൊന്നും എടുക്കാൻ എനിക്ക് സമയമില്ല, എനിക്കും ജോലിക്ക് പോകണം. അപ്പം ടാറ്റാ.